സുഹൃത്തിൻ്റെ പിതാവിന് കരൾ പകുത്ത് നൽകിയതിന് പിന്നാലെ പക്ഷാഘാതമുണ്ടായ യുവാവ് ചികിത്സയ്ക്ക് പണമില്ലാതെ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നു. ശരീരത്തിൻ്റെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട തിരുവനന്തപുരം സ്വദേശി രഞ്ജുവിൻ്റെ ജീവൻ നിലനിർത്താൻ സുമനസ്സുകളുടെ കനിവ് കൂടിയേ തീരൂ. ഗൾഫിൽ നല്ല ജോലിയുണ്ടായിരുന്ന രഞ്ജു കൂട്ടുകാരന്റെ അച്ഛനു വേണ്ടിയാണ് ലീവെടുത്ത് നാട്ടിലെത്തിയത്. കരൾ ദാനം ചെയ്യാൻ ആശുപത്രിയിലേക്ക് പോയപ്പോൾ അറിഞ്ഞില്ല തന്റെ ജീവിതം മാറി മറിയുമെന്ന്. ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ 2 തവണ പക്ഷാഘാതമുണ്ടായി. ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. രഞ്ജു കിടക്കയിലായിട്ട് 3 വർഷമാകുന്നു. ഇപ്പോൾ ദിവസവും 5000-ലേറെ രൂപയുടെ മരുന്ന് വേണം. ട്യൂബിലൂടെയാണ് ഭക്ഷണം നൽകുന്നത്. ഇടയ്ക്ക് ന്യൂമോണിയ ബാധിച്ച രഞ്ജുവിന്റെ സംസാരശേഷിയും നഷ്ടമായി. ഭക്ഷണം നമ്മൾ വായിലൂടെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ റൈസ് ട്യൂബ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒരു പൗഡറാണ് കൊടുക്കുന്നതിൻ്റെ വില 1500 രൂപയാണ്. പിന്നെ മെഡിസിന്, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി എല്ലാം കൂടി ഒരു ദിവസം 5000 രൂപയാവും. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് മുടങ്ങിയിട്ട്, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പിയൊക്കെ മുടങ്ങിയിട്ട് മാസങ്ങളായി. ഇപ്പോൾ ഫുഡും മെഡിസിൻ കൂടി നമുക്ക് മേടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. എറണാകുളം ആസ്റ്ററിലാണ് ഇപ്പോൾ ചികിത്സ. മരുന്നിന് മാത്രമായി മാസം 3 ലക്ഷത്തോളം രൂപ ചിലവ് വരും. തിരുവനന്തപുരത്തെ വീട് വിറ്റ് എറണാകുളം മാമംഗലത്ത് വാടക വീട്ടിലാണ് ഇവരുടെ താമസം. നിലവിൽ രശ്മി വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോലി മാത്രമാണ് ഏക വരുമാനം. രഞ്ജുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കണം. 24 കൊച്ചി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രഞ്ജുവിൻ്റെ കാര്യം നേരത്തെ നമ്മൾ ഒരിക്കൽ സംപ്രേഷണം ചെയ്തതാണെന്നോ 2 തവണ സംപ്രേഷണം ചെയ്തിരുന്നു. മറ്റൊരാളെ സഹായിക്കാൻ പോയി ദുരിതത്തിൽ പെട്ടുപോയ ഒരാളാണ് രഞ്ജു. കരൾ പകുത്ത് കൊടുക്കാൻ സാധാരണ ഈ ഓർഗൻ ഡൊണേഷനൊന്നും ആളുകൾ ചെയ്യാത്തൊരു കാലത്ത് രഞ്ജു വളരെ വിശാല മനസ്കനായി സുഹൃത്തിൻ്റെ അച്ഛന് വേണ്ടി കരൾ പകുത്ത് കൊടുത്തതാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ പക്ഷാഘാതവും ജീവിതം തന്നെ കീറാമുട്ടിയായി മുന്നിൽ നിൽക്കുകയാണ്. സുമനസ്സുകൾ സഹായിച്ചാൽ സന്തോഷമായി. രശ്മിയാണ് എൻ്റെ ശ്രദ്ധയിൽ വീണ്ടും പെടുത്തിയത്. കാരണം 1-2 തവണ നമ്മൾ സംപ്രേഷണം ചെയ്തെങ്കിലും കാര്യമായിട്ട് രഞ്ജുവിന് സഹായം ലഭിച്ചില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ടാണ് ഒരിക്കൽ കൂടി നമ്മൾ സംപ്രേഷണം ചെയ്തത്. ഈ സുഹൃത്തിനെ, ഈ രഞ്ജുവിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. ഈ മനുഷ്യൻ്റെ ജീവന് നമുക്ക് ആവശ്യമുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പരക്ഷേമ കാംക്ഷയുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ നമുക്ക് കൂടി ധാർമ്മിക ബാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ യൂട്യൂബിൽ, അതായത് 24news.com യൂട്യൂബിൽ നമ്മൾ ഈ ബാങ്ക് ഡീറ്റെയിൽസ് പിൻ ചെയ്യാം. ചെറിയ ചെറിയ പൈസ കൊടുത്താൽ പോലും ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ അവർക്ക് ആവശ്യമുള്ള തുക ലഭിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.